പാകിസ്ഥാൻ എന്ന രാജ്യത്തിന്റെ പരമാധികാരത്തിന് മേൽ കനത്ത പ്രഹരമേൽപ്പിച്ചുകൊണ്ട് സമാനതകളില്ലാത്ത ഒരു നീക്കത്തിനാണ് ഇപ്പോൾ നമ്മുടെ അയൽരാജ്യം സാക്ഷ്യം വഹിക്കുന്നത്. ചരിത്രത്തിൽ ഇന്നേ വരെ കണ്ടില്ലാത്ത വിധം ആയുധധാരികളായിട്ടുള്ള നൂറുകണക്കിന് ബലൂച്ച് വിഘടനവാദി പോരാളികൾ പാകിസ്ഥാന്റെ തന്ത്രപ്രധാനമായിട്ടുള്ള ചഗായി നഗരത്തിലേക്ക് ഇരച്ചു കയറി. വെറുമൊരു സാധാരണ ആക്രമണമല്ല ഇത്. നഗരത്തിലെ ഒട്ടുമിക്ക സർക്കാർ സ്ഥാപനങ്ങളും ബാങ്കുകളും പോലീസ് സ്റ്റേഷനുകളും ഇപ്പോൾ പൂർണ്ണമായും ഈ വിമതരുടെ നിയന്ത്രണത്തിലാണ്. സ്വന്തം മണ്ണിൽ ഒരു നഗരത്തിനു മേൽ ഭീകരർ നിയന്ത്രണം സ്ഥാപിച്ചിട്ടും അത് തടയാനോ ഒരു ചെറുത്തുനിൽപ്പ് ഉയർത്താനോ കഴിയാതെ പാക് സൈന്യവും ഫെഡറൽ സർക്കാരും പൂർണ്ണമായും പകച്ചു നിൽക്കുന്ന അതീവ ഗുരുതരമായിട്ടുള്ള സാഹചര്യമാണ് നിലവിലുള്ളത്. നൂറുകണക്കിന് ബലൂച്ച് ലിബറേഷൻ ആർമി പോരാളികൾ അത്യാധുനിക മാരകായുധങ്ങളുമായി ചഗായ് നഗരത്തിലേക്ക് ഇരച്ചു കയറുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സർക്കാർ ഓഫീസുകളും ലെവി സ്റ്റേഷനുകളും പോലീസ് ആസ്ഥാനങ്ങളും അവർ ഒന്നിനു പുറകെ ഒന്നായി വളഞ്ഞു പിടിച്ചെടുത്തു. ടൗണിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും ഇപ്പോൾ പാക് സർക്കാരിന്റെ കൈകളിൽ നിന്നൊഴിഞ്ഞ് ഈ വിമതരുടെ സ്വാധീന വലയത്തിലാണ്. ആക്രമണത്തിനിടെ പ്രവിശ്യയിലെ ഒരു ബാങ്കും നിരവധി സർക്കാർ ഉടമസ്ഥതയിലുള്ള കെട്ടിടങ്ങളും വിമതർ തീയിട്ട് നശിപ്പിച്ചു. ഇത്തരത്തിലൊരു വലിയ അധിനിവേശം നടന്നിട്ടും പാക് ഭരണകൂടമോ അവിടുത്തെ ശക്തരെന്ന് നടിക്കുന്ന സൈന്യമോ ഇതുവരെ ഔദ്യോഗികമായി ഒരു വിശദീകരണം പോലും നൽകാൻ ധൈര്യം കാണിച്ചിട്ടില്ല എന്നത് അവരുടെ സമ്പൂർണ്ണ പരാജയം തന്നെയാണ് വെളിപ്പെടുത്തുന്നത്. പാകിസ്ഥാനെ സംബന്ധിച്ച് ചഗായ് ജില്ല എന്നത് അവരുടെ നിലനിൽപ്പിന്റെ തന്നെ ഭാഗമായിട്ടുള്ള ഏറ്റവും തന്ത്രപ്രധാനമായ പ്രദേശമാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സ്വർണ്ണ ചെമ്പ് നിക്ഷേപമുള്ള റെക്കോർഡ് ഖനന പദ്ധതിയും പ്രശസ്തമായിട്ടുള്ള സൈന്തക് ഖനിയും സ്ഥിതി ചെയ്യുന്നത് ഈ ചഗായിലാണ്. അതുകൊണ്ട് തന്നെ ഈ മേഖലയുടെ നിയന്ത്രണം നഷ്ടപ്പെടുന്നത് പാകിസ്ഥാന്റെ സാമ്പത്തിക തകർച്ചയുടെ ആക്കം കൂട്ടും. ഇതിനു പുറമെ ഇറാനുമായും അഫ്ഗാനിസ്ഥാനുമായും അതിർത്തി പങ്കിടുന്ന ഈ മേഖല കൈവിട്ടു പോകുന്നത് പാകിസ്ഥാന്റെ അതിർത്തി സുരക്ഷയും പ്രാദേശിക കണക്ടിവിറ്റിയെയും പാടെ തകർത്തരിപ്പണമാക്കും. ബലൂചിസ്ഥാനിൽ പാക് സൈന്യത്തിന് നേരെ നടക്കുന്ന തുടർച്ചയായിട്ടുള്ള പ്രഹരങ്ങളുടെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണിത്. വെറും 2 ദിവസം മുൻപാണ് സിയാറത്തിലെ അതീവ സുരക്ഷിതമായിട്ടുള്ള ഒരു പോലീസ് പോസ്റ്റ് ആക്രമിച്ചുകൊണ്ട് 9 പാക് പോലീസുകാരെ ഈ വിമതർ വധിച്ചത്. ഇതിൽ 2 ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്നു. കഴിഞ്ഞ കുറെ വർഷങ്ങളായി തങ്ങളുടെ പ്രകൃതി വിഭവങ്ങൾ പാക് ഭരണകൂടം കൊള്ളയടിക്കുകയാണെന്നും തദ്ദേശവാസികളെ അവഗണിക്കുകയാണെന്നും ആരോപിച്ച് ശക്തമായിട്ടുള്ള ആഭ്യന്തര യുദ്ധമാണ് ബലൂചിസ്ഥാനിൽ നടക്കുന്നത്. തങ്ങളുടെ അധീനതയിലുള്ള പ്രദേശങ്ങൾ ഓരോന്നായി കൈവിട്ടു പോകുമ്പോഴും ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലാണ് പാകിസ്ഥാൻ ഇപ്പോൾ. പാക് സൈന്യത്തിന്റെ പരാജയവും ഭരണകൂടത്തിന്റെ ദയനീയമായിട്ടുള്ള വീഴ്ചയുമാണ് ഈ നഗരം പിടിച്ചടക്കലിലൂടെ വ്യക്തമാകുന്നത്. വരും ദിവസങ്ങളിൽ ഈ മേഖലയിലെ വിഘടനവാദം പാകിസ്ഥാൻ എന്ന രാജ്യത്തിന്റെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഭൂപ്രകൃതി തന്നെ മാറ്റിമറിച്ചേക്കാവുന്ന ആഭ്യന്തര തകർച്ചയിലേക്ക് വഴിമാറുമെന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം.